ആ ഫാറൂഖ് എന്താ പോയി മതിലിന്റെ മുകളിൽ കിടക്കണു? ഞാൻ കഴിഞ്ഞാൽ എന്റെ 500 രൂപ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ മറന്നിട്ടൊന്നുമില്ല, ഞാൻ തരാട്ടോ. ഇത് തരൂലെങ്കിലും ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, അതന്നെ വലിയ ഭാഗ്യം. ഇന്റെ 500 രൂപ കിട്ടാത്തോണ്ട് എനിക്ക് ഭയങ്കര വിഷമാണല്ലോ. മുന്നിലെ 25,000 രൂപ വാങ്ങിയിട്ട് ഇതുവരെ തന്നിട്ടില്ലല്ലോ. അതിന്റെ കാര്യം ഞാൻ പറ്റ മറന്നിക്കണു. ഓന്റെ പെരപ്പണി കഴിഞ്ഞോട്ടെ എഴുതിട്ട് ഞാൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. നിങ്ങളും പോരി. ഓൻക്കേ പെരയറ്റാൻ കായുണ്ട്, ഇന്റെ പൈസ തരാൻ ഓൻ്റെ അടുത്തില്ല. ഇവിടെ എന്താ ആളും മനസ്സിനൊന്നും ഇല്ലേ? മുങ്ങിയെന്നാവോ? തേക്കിന്റെ തടിയാന്നാ തോന്നുന്നു. ഇത് തേക്കിന്റെ അല്ലടാ, സ്റ്റീലിന്റെ ആണ്. നല്ല സ്ട്രോങ് സ്റ്റീലാണ്. ഇത് മരാണ് അല്ലാന്ന്. ഇത് തേക്കൊന്നല്ലടാ, സ്റ്റീലാണേ. ഇതിന്റെ ഉള്ളിലുണ്ടോന്നാവോ? മുയറേ ഇവിടെ വാ. അല്ല ഇമാതിരി തേക്ക് കൊണ്ടൊക്കെ വാതിൽ വെക്കാൻ്റെ പൈസ ഒക്കെ വേണ്ടിയിട്ടുണ്ടോ? ഇത് തേക്കൊന്നല്ല, ഇത് സ്റ്റീലാണ്. നല്ല സ്ട്രോങ് സ്റ്റീല്. എടൊക്കെ മരത്തിന്റെ സൗണ്ടാണ് വരുന്നത്. ഇതെങ്ങനെ തേക്കാണ് മനസ്സാ? ചങ്ങായി സ്റ്റീലാണിത്. ഇത് പൊടിച്ചോക്കത്, അത്രയും സ്ട്രോങ് ആണിത്. ഇതെന്താ ആളെ കളിയാക്ക? 500 തരാനുണ്ടെന്നിട്ട് വെറുതെ വക്കീല് വർത്താനം പറയാൻ നിൽക്കണ്ട. മുനിയറേ ഇജ്ജ് പൈസ ഒന്നും തരണ്ട. ഇത് തേക്കാണോ അതോ സ്റ്റീലാണോ? പറേ. സ്റ്റീലല്ലേ? ഇതിനൊരു തീരുമാനം ആക്കി തന്നെ വായിക്കാരോ? എന്താ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്? വിടുവാ. ഒരു വീട് കൂടി വിചാരിച്ചിട്ട് മനസ്സിൽ തൊഴിലാണ് വേണ്ടത് കടന്നുറക്കാൻ. എന്താണ് പ്രശ്നം? ഈ ഡോറ് മരാണെന്നുള്ളതാണ് എന്റെ പ്രശ്നം. ഈ ഡോർ സ്റ്റീലാണെന്നുള്ളതാണ് എന്റെ പ്രശ്നം. അത് ഞാൻ ഏത് കോടതിയിലും പോകും. അതിനപ്പം ഡോറ് തല്ലി പൊളിച്ചാൽ നോക്കിന്ന് ഇതിന് എത്ര വലിയ